ഇന്ത്യൻ എയർഫോഴ്സ് ബ്രിട്ടനെ കീഴടക്കി എന്നുള്ള ചില വാർത്തകൾ വരുന്നുണ്ട്. അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ശരിക്കും പറഞ്ഞാൽ ഒരു കാലത്ത് ബ്രിട്ടന്റെ കോളനിയുടെ ഭാഗമായിരുന്നു ഇന്ത്യ. നമ്മളെ എത്രയോ കാലമായിട്ട് അടക്കി ഭരിച്ച ഒരു രാജ്യമായിരുന്നു. നമ്മുടെ എത്രയോ സ്വാതന്ത്ര്യങ്ങൾ അവർ ഇല്ലാതാക്കി. അങ്ങനെയുള്ള ഒരു ബ്രിട്ടൻ ഒരു കാലത്ത് ഇവിടെ നിൽക്കക്കള്ളി ഇല്ലാതെ നമ്മുടെ രാജ്യം വിട്ടുപോവുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് ബ്രിട്ടൻ നൽകിയ ഔദാര്യമാണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ വരുന്ന വാർത്ത ഇന്ത്യൻ എയർഫോഴ്സ് ബ്രിട്ടനെ കീഴടക്കി. ഭയങ്കര സന്തോഷം നൽകുന്നില്ല. കാരണം നമ്മളെ അടക്കി ഭരിച്ചവരെ എങ്ങനെയാണ് നമ്മൾ കീഴ്പ്പെടുത്തിയത്? അതായത് ബ്രിട്ടന്റെ ഏറ്റവും അത്യന്താധുനികമായ 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനം F-35 ഇന്ത്യയുടെ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങുന്നു. അവർ പറയുന്നു ടെക്നിക്കലായ പ്രോബ്ലമാണ്, അല്ലെങ്കിൽ ഇന്ധനമില്ല എന്നൊക്കെ പറഞ്ഞാണ് വന്നിറങ്ങുന്നത്. ഈ വിമാനം അവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തിരിച്ചു പറക്കണമല്ലോ, സാധ്യമാകുന്നില്ല. ഇതിനവർ പറയുന്നത് ഹൈഡ്രോളിക് പ്രശ്നം ഉൾപ്പെടെയുള്ള സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. ഹൈഡ്രോളിക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓയിലുമായി ബന്ധപ്പെട്ട സിലിണ്ടറുകളുമായിട്ടുള്ള ഈ ഘർഷണം എന്നൊക്കെ പറയുന്ന പോലെ വളരെ സിമ്പിളായിട്ടുള്ള മെക്കാനിക്കൽ മേഖല ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടല്ല, മറ്റെന്തോ കാരണം കൊണ്ടാണ്. എന്തായാലും വെയിലും മഴയും ഏറ്റ് അവിടെ കിടക്കുന്ന F-35 എന്ന് പറയുന്ന യുദ്ധവിമാനം നമ്മുടെ ഹാങ്ങറിലേക്ക് മാറ്റാൻ നമ്മൾ തീരുമാനിക്കുന്നു. അല്ലെ, നമ്മൾ അവരോട് പറയുന്നു ഞങ്ങളത് ചെയ്തു തരാം, ഇനി നിങ്ങൾക്ക് പ്രത്യേകമായി ടെൻ്റ് അടിച്ചു തരാം. പക്ഷെ അവർ പറയുന്നു വേണ്ട എന്ന് പറയുന്നു. പക്ഷേ ഗത്യന്തരമില്ലാതെ ഇപ്പോൾ ബ്രിട്ടൻ ഇന്ത്യക്ക് മുമ്പിൽ കീഴടങ്ങിയെന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യൻ എയർഫോഴ്സ് മുന്നോട്ട് വെച്ച വാഗ്ദാനത്തിൽ അവർ കയറി കൊത്തി. എന്നിട്ട് പറയുന്നു ശരി, നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം. എന്നിട്ട് ബ്രിട്ടൻ്റെ ഹൈക്കമ്മീഷണർ വന്നിച്ച് പറയാണ്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തിൽ, ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിലൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലെ കള്ളക്കളി എന്ന് ആലോചിക്കണം. F-35 എന്ന് പറയുന്ന യുദ്ധവിമാനം 5ാം തലമുറയിൽപ്പെട്ട അമേരിക്കൻ നിർമ്മിത വിമാനമാണ്. ലോക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച വിമാന കമ്പനിയാണ് ഇത് നിർമ്മിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം വിലയുള്ള, ഇന്ന് രാജ്യത്ത് ഏറ്റവും അധികം അത്യന്താധുനിക സംവിധാനങ്ങളും സൗകര്യമുള്ള യുദ്ധവിമാനം അതാണ് F-35. അതിൻ്റെ വിശാലമായ ചിറക് വേണമെങ്കിൽ ഈ ചിറകുകൾ മടക്കി വെക്കാൻ പറ്റും. ഇതിനുള്ളിൽ തന്നെ ഏതാണ്ട് 8100 കിലോ ഭാരമുള്ള ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് പോയിട്ട് അതുപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ റഡാർ സംവിധാനത്തെ പോലും കബളിപ്പിക്കാൻ കഴിയുന്ന 5ാം തലമുറ യുദ്ധവിമാനം ഈ F-35 എന്തുകൊണ്ടാണ് പിന്നെ ഇന്ത്യയിൽ ഒരു വിമാനത്താവളത്തിൽ ഇറങ്ങുന്നത്? അത് വ്യോമത്താവളം പോലും അല്ല, ഇത് പാസഞ്ചർ വിമാനങ്ങൾ വന്നിറങ്ങുന്ന ഒരു എയർപോർട്ടിലാണ് വന്നിറങ്ങുന്നത്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ F-35 നമ്മുടെ റഡാറുകളെ കബളിപ്പിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഒരു പര്യവേഷണം നടത്തിയതായിരിക്കും. പക്ഷേ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ റഡാർ സംവിധാനം കൃത്യമായി ഇതിനെ കണ്ടെത്തുന്നു. അതായത് ഒരു പൊട്ടുപോലെ മാത്രം റഡാറിൽ പ്രത്യക്ഷപ്പെടുകയും വളരെ പെട്ടെന്ന് ദിശ മാറി വളരെ വേഗത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കും. അങ്ങനെയുള്ള യുദ്ധവിമാനം ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് എത്തിയപ്പോൾ നമ്മൾ ഇതിനെ കണ്ടുപിടിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ പെർമിഷൻ ഇല്ലാതെ മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ യുദ്ധവിമാനം നമ്മുടെ വ്യോമാതിർത്തി കടന്നാൽ വളരെ പെട്ടെന്ന് നമ്മൾ അതിനെ പ്രതിരോധിക്കുകയോ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുകയോ ചെയ്യും. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എയർഫോഴ്സ് വളരെ പെട്ടെന്ന് ജാമിങ് നടത്തി. ജാമിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാവിഗേഷൻ സിസ്റ്റത്തെ, അതിൻ്റെ ബാക്കിയുള്ള ടെക്നിക്കൽ കാര്യത്തെ, റഡാറിൽ നിന്ന് ഒളിച്ച് നിൽക്കാനുള്ള സാങ്കേതിക വിദ്യ, ഇതിനെല്ലാം തന്നെ നമ്മൾ തകർത്ത് കളഞ്ഞു. കാരണം ഈ വിമാനം ഇവിടേക്ക് വന്നപ്പോൾ ഇന്ധനം തീർന്നു, അല്ലെ ടെക്നിക്കൽ പ്രോബ്ലം ആണെന്നാണല്ലോ പറഞ്ഞത്. നമ്മൾ ഇതിൻ്റെ ഡാറ്റാസൊക്കെ എടുത്തു. എന്നിട്ട് DRDO എന്ന് പറയുന്ന നമ്മുടെ റിസർച്ച് വിങ്ങിന് അയച്ചു കൊടുത്തപ്പോൾ ഈ F-35 എന്ന് പറയുന്ന യുദ്ധവിമാനം തെക്കൻ ചൈന കടലിൽ നിന്നാണ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. പിന്നീട് അറേബ്യൻ സീയിൽ വരുന്നു. പിന്നീട് ഇവരുടെ വിമാനവാഹിനി കപ്പലായ HNS എന്ന് പറയുന്ന HMS പ്രിൻസ് ഓഫ് വെയിൽസ്, ഇതിൽ നിന്നാണ് പറന്നു വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ ഒരു സംശയം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ വ്യോമാതിർത്തിയിലേക്ക് സംശയാസ്പദമായ രീതിയിൽ F-35 വന്നു. ഇതാണ് ആദ്യത്തെ കാര്യം. പിന്നീട് ഈ വിമാനം അവിടെ വെയിലും മഴയുമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിവിടെ കിടത്തണ്ട, നമ്മൾ ഹാങ്ങറിലേക്ക് മാറ്റിയിട്ട് ടെക്നിക്കൽ സപ്പോർട്ട് ഞങ്ങൾ തരാം. അപ്പോൾ ഇതിൻ്റെ പൈലറ്റ് ഉണ്ട് ഫ്രെഡി ഉൾപ്പെടെ 5 UK സാങ്കേതിക വിദഗ്ധർ ശ്രമിച്ചിട്ടും ഇത് നന്നാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സാങ്കേതിക തകരാറല്ല, അതിനും അപ്പുറം എന്തോ. അപ്പോൾ ലോക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന കമ്പനി പുറത്തു വിടാൻ കഴിയാത്ത രഹസ്യമായി വെച്ചിരിക്കുന്ന എന്തൊക്കെയോ സംഭവങ്ങൾ ഇതിനകത്ത് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ടെക്നീഷ്യൻസിനെ ഇത് കൈകൊണ്ട് തൊടിയിക്കരുത് എന്നുള്ളൊരു താല്പര്യം അവർക്കുണ്ട്. അതുകൊണ്ടാണ് 30 അംഗ സംഘം UK-യിൽ നിന്നും US-ൻ്റെതുമായിട്ട് ഇവിടേക്ക് എത്തും. എന്നിട്ട് അവർ ഇത് പരിശോധന നടത്തും. ശരി, നടത്തിക്കോ, പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ ഹാങ്ങറിലേക്ക് വിമാനം മാറ്റൂ, നിങ്ങൾ എന്തിനാണ് ഈ വെയിലും മഴയും കൊള്ളിക്കുന്നത്? ഇതാണ് ഇവർ പറയുന്നത്. അപ്പോൾ വലിയ സംശയങ്ങളൊക്കെ ഉളവാക്കുന്ന ഒരു കാര്യമല്ലേ ഇത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. 5ാം തലമുറ യുദ്ധവിമാനമാണ്, ഇതുകൊണ്ട് വലിയ പ്രയോജനമില്ല എന്നൊക്കെ പല വാർത്തകളും വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമ്മളിൽ നിന്ന് എന്തോ മറയ്ക്കാൻ ബ്രിട്ടൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇത്രയും 700 കോടി വിലയുള്ള ഒരു വിമാനം ഈ
ഈ മഴയും വെയിലും കൊണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കിടക്കുന്നതിന്റെ പിന്നിലെ കാരണം. ഇതിന്റെ ചില സാങ്കേതിക തകരാറുകൾ മൂലം ഇത് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് ഇവിടത്തെ ടെക്നീഷ്യന്മാരെ കൊണ്ട് അത് പ്രവർത്തിപ്പിക്കേണ്ട എന്നൊരു ഉറച്ച തീരുമാനം എന്തുകൊണ്ടായിരിക്കും ബ്രിട്ടൻ എടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഈ സ്റ്റെൽത്ത് കോട്ടിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം കാർബൺ, അയൺ പോളിമർ തുടങ്ങിയവ ഉപയോഗിച്ചുള്ള ഒരു കോട്ടിംഗ് ഉണ്ട്. ഈ കോട്ടിങ് യുദ്ധസമയത്ത് ഈ വിമാനത്തിൽ പതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഈ വെയിലും മഴയും ഏറ്റ് കിടന്നാൽ ഈ കോട്ടിംഗ് നഷ്ടപ്പെടും, ഭയങ്കര എക്സ്പെൻസീവാണ്. അത്തരം ഒരു കോട്ടിംഗ് നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ടും ലോക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന കമ്പനിയുടെ വിമാനം എന്തുകൊണ്ട് നമ്മുടെ ടെക്നിക്കൽ വിങ്ങിലേക്ക് കയറുന്നില്ല? അതായത് ഇന്ത്യൻ ടെക്നിക്കൽ ടീമിൻ്റെ അടുത്തേക്ക് ചെന്നാൽ നമ്മൾ ഇതിൻ്റെ സാങ്കേതിക വിദ്യ അടിച്ചു മാറ്റുമെന്ന് ഇവർക്ക് വല്ലാതെ ഭയമുണ്ട്. കാരണം തേജസ് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ നിർമ്മിക്കുന്ന സാങ്കേതികവിദ്യ നമ്മുടെ കയ്യിലുണ്ട്, വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ, മിസൈൽ നിർമ്മാണത്തിൽ. അപ്പോൾ ലോകത്തോട് കിടപിടിക്കുന്ന മികച്ച ടെക്നീഷ്യൻസ്, ശാസ്ത്രജ്ഞർ, സാങ്കേതിക വിദഗ്ധരൊക്കെ ഉള്ള ഒരു രാജ്യത്തെ അവരുടെ ടെക്നിക്കൽ സ്പേസിലേക്ക് F-35 എന്ന് പറയുന്ന യുദ്ധവിമാനത്തെ കടത്താൻ കഴിയുന്നില്ല. ഇപ്പോൾ ഇസ്രയേൽ ഇറാന് നേരെ ആക്രമണം നടത്തിയത് B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനം. ഈ സ്റ്റെൽത്ത് ബോംബർ വിമാനത്തിൻ്റെ അതേ ടെക്നോളജിയാണ് F-35 എന്ന് പറയുന്ന 5ാം തലമുറ യുദ്ധവിമാനത്തിലും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രയേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തിയപ്പോൾ, അമേരിക്ക ആക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാൻ്റെ വ്യോമപാത ലംഘിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ്റെ വ്യോമപാത ലംഘിച്ചാൽ ഇന്ത്യൻ വ്യോമപാത ലംഘിക്കും. പക്ഷേ ഈ വിമാനങ്ങളൊന്നും തന്നെ ഇന്ത്യൻ വ്യോമപാത ലംഘിച്ചില്ല. അങ്ങനെ ലംഘിച്ചിരുന്നുവെങ്കിൽ F-35ൻ്റെ വിമാനം എങ്ങനെയാണോ ഇലക്ട്രോണിക് ലോക്കിങ്ങിൽ അകപ്പെട്ടത്, അതിന് സമാനമായി B-2 ബോംബർ വിമാനങ്ങളും ലോക്കിങ്ങിൽ അകപ്പെട്ടേനെ. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് നൽകിയ ഒരു പണിയായിരുന്നു. കാരണം റഡാറിനെ മറികടക്കുക എന്ന് പറഞ്ഞാൽ റഡാറിൻ്റെ സിഗ്നലുകൾ, റേഡിയോ തരംഗങ്ങളാണ്. ഇത് ആകാശത്തിലൂടെ പോയിട്ട് ഏതെങ്കിലും വസ്തുവിൽ തട്ടി പ്രതിധ്വനിച്ച് തിരിച്ചു വന്ന് അങ്ങനെ റീഡ് ചെയ്തിട്ടാണ് ഈ വസ്തുവിനെ കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇത് പൊട്ടുപോലെ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഈ യുദ്ധവിമാനത്തിൽ ഇതിൻ്റെ പ്രത്യേക കോട്ടിംഗ് ഒന്നുകിൽ ഈ റേഡിയോ തരംഗങ്ങളെ അബ്സോർബ് ചെയ്യും, ആകർഷിച്ച് ഉള്ളിലേക്ക് വലിക്കും, അതല്ലെങ്കിൽ ഇതിൽ പ്രതിധ്വനിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് പോകുമ്പോൾ ഗതി മാറ്റിവിടും. ഇത് രണ്ടും ചെയ്യാൻ ഇവർക്ക് കഴിയുന്നില്ല. അത്തരം ഒരു സാങ്കേതിക വിദ്യ ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിച്ചു. അതുകൊണ്ടാണ് ഇവരുടെ വിമാനം നമ്മളെ അതിർത്തിക്ക് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ തന്നെ നമ്മൾ ട്രാക്കിങ്ങും ചെയ്തു, ഒപ്പം തന്നെ ജാമിങ്ങും ചെയ്തു. അപ്പോൾ ജാമിങ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ സാങ്കേതിക വിദ്യ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇനി അതിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ അതിനെ ഡീകോഡ് ചെയ്തെടുക്കണമെങ്കിൽ UK-യിൽ നിന്നും US-ൽ നിന്നുമുള്ള വിദഗ്ധർ എത്തിച്ചേരണം. അപ്പം നമ്മൾ ഈ ജാമിങ് നടത്തിയാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സ്വാഭാവികമായും ട്രാക്കിങ്ങും ജാമിങ്ങും ചെയ്താൽ ഉടൻ തന്നെ ഇൻ്റർസെപ്റ്റർ മിസൈൽ വരും. ഈ മിസൈൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററികൾ ഓണാക്കിയിട്ട് അറ്റാക്കിംഗ് മോഡിലേക്ക് മാറും. ഈ മെസ്സേജ് പെട്ടെന്ന് തന്നെ പൈലറ്റിലേക്ക് എത്തും. അങ്ങനെ പൈലറ്റിലേക്ക് എത്തിയതിന് ശേഷം പൈലറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ഈ വിമാനം താഴെ ഇറക്കാൻ പറ്റൂ. അങ്ങനെയല്ലാതെ വിമാനം താഴെ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എയർഫോഴ്സ് കൃത്യമായ രീതിയിൽ ചില ട്രാക്കിംഗ്, ചില ഈ റഡാർ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചപ്പോഴത്തേക്കും F-35 തകർന്നുപോയി. അപ്പോൾ F-35 നിർമ്മിക്കാൻ അവർ ഉപയോഗിച്ച സാങ്കേതിക വിദ്യയോട് കിടപിടിക്കുന്ന രീതിയിൽ ഇന്ത്യൻ സാങ്കേതിക വൈദഗ്ധ്യം വലുതായി വളർന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അത്തരം സാങ്കേതിക വിദ്യ വളർന്ന ഒരു രാജ്യത്തിൻ്റെ മുമ്പിലേക്ക് ഈ വിമാനം കൊണ്ടുവന്നിറക്കിയാൽ, അവരുടെ ഈ ഡോക്കിലേക്ക് കയറ്റി കഴിഞ്ഞാൽ അവർ ഇത് പിടിച്ചെടുക്കുമെന്നുള്ള സംശയം. അതായത് ഇന്ത്യയുടെ സാങ്കേതിക വിദഗ്ധരുടെ സഹായം കൂടി ഇല്ലാതെ ഇത് നന്നാക്കിയെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ ഈ വ്യാപാര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിമാനമുണ്ട്. അത്തരം ഒരു വിമാനം ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയിട്ടുണ്ട്. അതായത് റഷ്യൻ നിർമ്മിതമായ ഈ വിമാനം അതിർത്തിയിൽ യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ സോൾജേഴ്സിനെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകും, ഒപ്പം തന്നെ ചരക്കുകൾ കൊണ്ടുപോകുന്നതാണ്. അത്തരം ഒരു വിമാനം എന്തിനാണ് ഈ F-35 കിടക്കുന്നതിന് സമീപത്തേക്ക് എത്തുന്നത്? കാരണം കഴിഞ്ഞ ദിവസമാണ് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ പറഞ്ഞത്, നിങ്ങളുടെ ഈ ഡോക്കിലേക്ക്, അല്ലെ നിങ്ങളുടെ ഈ പറയുന്ന ടെക്നിക്കൽ സ്പേസിലേക്ക് ഞങ്ങളുടെ F-35 മാറ്റാം, അവിടെ വെച്ച് ടെക്നിക്കൽ പ്രശ്നങ്ങൾ പരിഹരിക്കാം, അങ്ങനെ പരിഹരിക്കാൻ നിങ്ങളെല്ലാം സഹായം ചെയ്യണം. കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒറ്റ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന യുദ്ധവിമാനമാണ്. അപ്പോൾ F-35ൻ്റെ ഈ ടെക്നിക്കൽ മികവ് ഒരു പക്ഷേ നമ്മുടെ സാങ്കേതിക വിദഗ്ധർ, നമ്മുടെ ശാസ്ത്രജ്ഞരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെ അബ്സോർബ് ചെയ്യും. കാരണം എല്ലായ്പ്പോഴും ഫ്രാൻസുമായിട്ട് ഉൾപ്പെടെ വിമാനങ്ങൾ നിർമ്മിക്കുന്നതിലും മിസൈൽ നിർമ്മിക്കുന്നതിലും നമ്മൾ ടെക്നോളജി കൈമാറും. റഷ്യൻ ടെക്നോളജി വരെ നമുക്ക് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ അമേരിക്കയുടെ ടെക്നോളജി ഒരു പക്ഷേ നമ്മൾ അടിച്ചു മാറ്റുമെന്നുള്ള പേടിയാണ്. അതുകൊണ്ടാണ് US-ൻ്റെ നിർദ്ദേശപ്രകാരം UK അവരുടെ വിമാനത്തെ ഈ പറയുന്ന ടെക്നിക്കൽ സ്പേസിലേക്ക് കയറ്റായിരുന്നത്. ഇപ്പോൾ ഒടുവിൽ ഇന്ത്യൻ എയർഫോഴ്സ് നിലപാടെടുത്ത്, ശരി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞങ്ങളിങ്ങനെ നിന്നോളാം, നിങ്ങളുടെ വിമാനം മഴയും വെയിലും ഏറ്റ് കിടന്ന് ഇതിൻ്റെ സ്റ്റെൽത്ത് കപ്പാസിറ്റി, റഡാറിനെ വെട്ടിക്കാനുള്ള കോട്ടിങ് ഇതെല്ലാം തന്നെ നഷ്ടമാകും. വലിയ എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും മാറണമെന്ന് ഇപ്പോൾ ബ്രിട്ടീഷ് നേവി തീരുമാനമെടുത്തു. ചുരുക്കം പറഞ്ഞാൽ
ബ്രിട്ടൻ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കാല് പിടിക്കുന്നത്. കാരണം ഇന്ത്യൻ എയർഫോഴ്സ് പറയാണ് അങ്ങോട്ട് മാറ്റാൻ പറഞ്ഞാൽ അങ്ങോട്ട് മാറ്റാം, ഇങ്ങോട്ട് മാറ്റാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് മാറ്റാം. അപ്പോൾ ബ്രിട്ടൻ പുതിയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു, ഞങ്ങളുടെ സി ടൈപ്പിലുള്ള ഒരു വിമാനം ഇവിടേക്ക് കൊണ്ടുവരുന്നു, അതിൽ ഞങ്ങൾ ഇതിനെ കയറ്റിക്കൊണ്ടുവരാം. ഇന്ത്യ പറഞ്ഞു അത് വേണ്ട, ഞങ്ങളുടെ വിമാനമുണ്ട്, ഞങ്ങളുടെ വിമാനത്തിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഈ വിമാനം ഞങ്ങൾ എത്തിച്ചേരാം എന്ന് പറഞ്ഞാൽ അത്രയും നേരം F-35 ഇന്ത്യൻ ടെക്നീഷ്യൻസിൻ്റെ, ഇന്ത്യൻ സാങ്കേതിക മേഖലയിലെ വിദഗ്ധരുടെ കയ്യിലാണ്. ഇത് വല്ലാതെ അമേരിക്കയും UK ഭയപ്പെടുത്തുന്നു. അപ്പോൾ വരും മണിക്കൂറിൽ എന്ത് തീരുമാനിക്കുമെന്നുള്ളത് വളരെ ഗൗരവമാണ്. എന്തായാലും ഇന്ത്യൻ എയർഫോഴ്സ് നമ്മുടെ വ്യോമാതിർത്തിയിലേക്ക് ഒരു F-35 യുദ്ധവിമാനം കടന്നു വന്നപ്പോൾ ഗംഭീര പണി കൊടുത്തു എന്ന കാര്യത്തിൽ സംശയമുണ്ടോ? ഇല്ല, ഒരു സംശയവും ഇല്ല. നമ്മുടെ എയർഫോഴ്സിനെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം.